ഹായ് നമസ്കാരം. ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് ഈ ഒരു ജന്മം നിങ്ങളുടെ അവസാന ജന്മമാണോ അതോ ഇനിയും നിങ്ങൾക്ക് ജന്മങ്ങളുണ്ടോ എന്നുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എന്ത് സ്പ്രെഡാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നതെന്ന്. ഡെത്ത്, സ്ട്രെങ്ത്, 6 of Wands, 2 of Cups, കിങ് ഓഫ് വാൺസ്, 9 of Wands, 7 of Cups, ഡബിൾ. ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്കിവിടെ ഡെത്ത് കാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇത് നമുക്കിവിടെ ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പുതിയ ജന്മത്തിലേക്കുള്ള എനർജിയാണ് കാണിക്കുന്നത്. എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ലാസ്റ്റ് ബർത്ത് ആയിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ ചിലർക്കൊക്കെ വീണ്ടും ചില കാർമിക് ലെസൺസ് പൂർത്തിയാക്കാനായിട്ട് ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും അടുത്തൊരു ജന്മം ആവശ്യമായിട്ടുണ്ട് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ സ്ട്രെങ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ചില വ്യക്തികൾക്കൊക്കെ ഇവിടെ വളരെയധികം ധൈര്യം, ക്ഷമ, സെൽഫ് കൺട്രോൾ ഇതൊക്കെ ഉള്ള വ്യക്തികളൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് ലാസ്റ്റ് ബർത്ത് ആയിട്ടാണ് കാണിക്കുന്നത്. ഒരുപാട് വെല്ലുവിളികൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നതായിട്ടും ആ ഒരു പലതരത്തിലുള്ള വെല്ലുവിളികൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് കൊണ്ട് തന്നെ അതിലൂടെ നിങ്ങളുടെ സോള് വളരെയധികം ശക്തമായി മാറി എന്നുമാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ സോള് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ വിജയിച്ച ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങളുടെ സോള് കൂടുതൽ വിജയത്തിലോട്ട് പോകുന്ന ഒരു കാഴ്ചയും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ചിലർക്കൊക്കെ ഇവിടെ റിലേഷൻഷിപ്പിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു സമയത്തും അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ചില കാർമിക് ഇമോഷണൽ ലെസൺസ് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അതിനായിട്ട് അവർ വീണ്ടും ജനിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇമോഷണൽ ബാലൻസ് പൂർത്തിയാക്കാൻ വീണ്ടും ജനിക്കേണ്ട ഒരവസ്ഥ ഈ ഒരു സമയത്ത് ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ചില വ്യക്തികൾക്ക് ഉണ്ട് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഈ ഒരു സമയത്ത് ഒരുപാട് ത്യാഗം സഹിച്ച് ചില വ്യക്തികളെയൊക്കെ ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒരുപാട് ത്യാഗം സഹിച്ച് ഇപ്പോഴും ജീവിതത്തിൽ തളർന്നു പോയ സന്ദർഭങ്ങൾ ഈ ഒരു സമയത്ത് ഉണ്ടെങ്കിൽ പോലും വീണ്ടും വളരെ ബുദ്ധിമുട്ടി പിടിച്ചു നിൽക്കുന്ന ചില വ്യക്തികളെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരുപാട് കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ജനിക്കേണ്ട ഒരാവശ്യം ഉണ്ട് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചിലരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായ ചിലവുകളുള്ള വ്യക്തികളെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൺഫ്യൂഷനുള്ള വ്യക്തികളെ കാണിക്കുന്നുണ്ട്. ഇല്യൂഷൻസിൽ അകപ്പെട്ടു പോയ വ്യക്തികളെയൊക്കെ കാണിക്കുന്നുണ്ട്. വ്യക്തതയില്ലാത്ത ഒരു വ്യക്തതയും ഇല്ലാത്ത പല ബന്ധങ്ങളിലും കുടുങ്ങിപ്പോയ വ്യക്തികളെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ബന്ധങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരണമെന്ന് ആഗ്രഹിച്ചാൽ പോലും പുറത്തു വരാൻ സാധിക്കാതെ അതിൽ തന്നെ കുടുങ്ങിക്കിടന്ന് വിഷമിക്കുന്ന വ്യക്തികളെയൊക്കെ കാണിക്കുന്നുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് കർമ്മ ബാലൻസ് ചെയ്യുവാനായിട്ട് വീണ്ടും അവർക്ക് ജനിക്കേണ്ട ആവശ്യമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള അവസ്ഥകളിലൂടെയൊക്കെ പോകുന്ന ഒരുപാട് സോൾസിൻ്റെ എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമുക്കിവിടെ മുഴുവനായിട്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ചിലരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ജനനം ഇല്ല. ഇത് തന്നെയാണ് ചിലരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ലാസ്റ്റ് ബർത്തായിട്ട് കാണിക്കുന്നത്. പക്ഷേ ചിലരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വീണ്ടും അവർക്ക് ജനിക്കേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇനിയും കാർമിക് അറ്റാച്ച്മെൻറ്റ്സ്, അതുപോലെ തന്നെ ഇല്യൂഷൻസ്, ഇമോഷണൽ ലെസൺസ് ഒക്കെ പൂർത്തിയാക്കുവാനായിട്ട് ആയിരിക്കാം വീണ്ടും ഈ ഒരു വ്യക്തികളൊക്കെ വീണ്ടും ജനിക്കേണ്ടതായിട്ട് വരുന്നത്. പക്ഷേ ഇവർക്കും ഒടുവിൽ മോക്ഷം ലഭിക്കുന്നത് തന്നെയാണ് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക്